Hello friends, Namaskaram. Welcome to the second part of the series Species and Associated Terms Recently Seen in News. First video കണ്ടിട്ടില്ലാത്തവർ അതുപോയി കാണുക. Okay, without much delay, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. First term, ഗ്ലോബ ആൻഡേഴ്സോണി. ഗ്ലോബ ആൻഡേഴ്സോണി എന്ന് പറയുന്നത് ഒരു റീഡിസ്കവേർഡ് പ്ലാന്റ് സ്പീഷീസ് ആണ് ഫ്രം ദ സിക്കിം ഹിമാലയ. റീഡിസ്കവേർഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിനെ ഒരിക്കൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു, പിന്നെ അതിനുശേഷം ഒരു വിവരം കിട്ടിയില്ല, പിന്നെ ഇപ്പോൾ വീണ്ടും കണ്ടെത്തി. ആൻഡ് ഇതിപ്പോൾ കണ്ടെത്തിയത് നിയർ ദ ടീസ്ത റിവർ വാലി റീജിയൻ ഏകദേശം ഒരു 136 വർഷങ്ങൾക്ക് ശേഷമാണ് ഇതിനെ ഇപ്പോൾ കണ്ടെത്തിയത്. ഇറ്റ് ഈസ് കോമൺലി നോൺ ആസ് ഡാൻസിങ് ലേഡീസ് അല്ലെങ്കിൽ സ്വാൻ ഫ്ലവർ. ഇതൊരു വൈറ്റ് ഫ്ലവറിങ് പ്ലാന്റ് ആണ്. വൈറ്റ് ഫ്ലവേഴ്സിനകത്ത് യെല്ലോയിഷ് കളറായിട്ടുള്ള പോളൻ ഗ്രെയിൻസ് ഉണ്ടായിരിക്കും. ഇതിൻ്റെ IUCN സ്റ്റാറ്റസ് എൻഡേഞ്ചേർഡ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് നാരോലി എൻഡമിക് ടു ദ ടീസ്ത റിവർ. അതായത് ടീസ്ത റിവറിൻ്റെ പരിസരത്ത് മാത്രമാണ് ഇതിനെ ഇപ്പോൾ കൂടുതലായിട്ടും കണ്ടുവരുന്നത്. ആൻഡ് യൂഷ്വലി ഗ്രോസ് ഇൻ എ ഡെൻസ് കോളനി ആസ് എ ലിത്തോഫൈറ്റ്. ലിത്തോഫൈറ്റ് എന്താണെന്ന് നമുക്കറിയാം, ഈ പാറയുടെയൊക്കെ പുറത്ത് വളരുന്ന പാറ അല്ലെങ്കിൽ സ്റ്റോണിൻ്റെയൊക്കെ പുറത്ത് വളരുന്ന തരം ചെടികളെയാണ് ലിത്തോഫൈറ്റ്സ് എന്ന് പറയുന്നത്. അതുപോലത്തെ ഒരു തരം ചെടിയാണ് ഗ്ലോബ ആൻഡേഴ്സോണി. സെക്കൻഡ് സ്പീഷീസ് ഇസ് ഗോൾഡൻ ലെങ്കൂർ. ഗോൾഡൻ ലെങ്കൂർ ഇസ് ഓൾസോ നോൺ ആസ് ലീഫ് മങ്കി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഹൈലി ഡിപ്പെൻഡ് ഓൺ ട്രീ. അതുപോലെ ഇത് ലിവ് ചെയ്യുന്നത്, താമസിക്കുന്നത് അപ്പർ കനോപ്പി ഓഫ് ദി ഫോറസ്റ്റിലായിരിക്കും. ഇറ്റ് ഈസ് എൻഡമിക് ടു ദ വെസ്റ്റേൺ ആസം ആൻഡ് സദേൺ ഭൂട്ടാൻ. ഇതിൻ്റെ ഒരു ഹാബിറ്റാറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് റെസ്ട്രിക്റ്റഡ് ടു ദ റീജിയൻ സറൗണ്ടഡ് ബൈ 4 ജോഗ്രഫിക്കൽ ലാൻഡ്മാർക്സ്. 4 ജോഗ്രഫിക്കൽ ലാൻഡ്മാർക്സിന് ഉള്ളിലാണ് ഇതിൻ്റെ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. നോർത്തേൺ റീജിയനിൽ ഫുഡ് ഹിൽസ് ഓഫ് ഭൂട്ടാൻ ആണ്. സദേൺ റീജിയനിൽ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ബ്രഹ്മപുത്ര റിവർ. വെസ്റ്റേൺ റീജിയനിൽ സത്കോഷ് റിവർ ആൻഡ് ഈസ്റ്റേൺ റീജിയനിൽ മാനസ് റിവർ. ഈ ഒരു 4 ജോഗ്രഫിക്കൽ ലൊക്കേഷൻസിൻ്റെയും നടുക്ക് അല്ലെങ്കിൽ അതിനുള്ളിലാണ് ഈ ഗോൾഡൻ ലെങ്കൂറിൻ്റെ ഒരു വാസസ്ഥലം എന്ന് പറയുന്നത്. അതിൻ്റെ IUCN സ്റ്റാറ്റസ് എൻഡേഞ്ചേർഡ് ആണ്. സൈറ്റ്സ് അപ്പൻഡിക്സ് 1 ആൻഡ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 1972 ഇസ് ഷെഡ്യൂൾ 1. ആൻഡ് ദ തേർഡ് സ്പീഷീസ് ഈസ് ഹോഴ്സ് ഷൂ ക്രാബ്. ഈ സ്പീഷീസൊക്കെ പലതവണ ന്യൂസിൽ വന്നിട്ടുള്ളതാണ്, സോ നമുക്ക് എല്ലാവർക്കും അറിയാം. റീസെൻ്റായിട്ട് ന്യൂസ് വന്നത് 2020 ജൂൺ 20 ഫസ്റ്റ് എവർ ഇൻ്റർനാഷണൽ ഹോഴ്സ് ഷൂ ക്രാബ് ഡേ ആയിരുന്നു. ആൻഡ് ഒഡീഷ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഹോഴ്സ് ഷൂ ക്രാബിൻ്റെ ലാർജസ്റ്റ് ഹാബിറ്റാറ്റ് ആണ്. ആൻഡ് ഇതിൻ്റെ IUCN സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഇന്ത്യൻ വേരിയൻസിനെ കുറിച്ച് ഡേറ്റ സഫീഷ്യൻ്റ് ആയിട്ടുള്ളത് അല്ല. ഈ ഒരു ക്രാബിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് എ ട്രൂ ക്രാബ് വിച്ച് ആർ ക്രസ്റ്റേഷ്യൻ. ആൻഡ് ഇത് മറൈൻ വാട്ടറിലും ബ്രാക്കിഷ് വാട്ടറിലും താമസിക്കും. ഇറ്റ്സ് എ മറൈൻ ആൻഡ് ബ്രാക്കിഷ് വാട്ടർ ആന്ത്രോപോഡാണ് ഹോഴ്സ് ഷൂ ക്രാബ്. ആൻഡ് ഇറ്റ്സ് റെപ്രസെൻറ്റഡ് ബൈ 4 എക്സ്റ്റൻറ്റ് സ്പീഷീസ് ഇൻ ദ വേൾഡ്. ലോകത്ത് ഇത് 4 എക്സ്റ്റൻറ്റ് സ്പീഷീസിലായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ 4 സ്പീഷീസിൽ 2 എണ്ണവും ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ കോസ്റ്റിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ഈ 2 സ്പീഷീസിൽ ടീ ഗിഗ സ്പീഷീസ് മാത്രമാണ് ഒഡീഷയിലെ ബാലഷോർ കോസ്റ്റിൽ കണ്ടുവരുന്നത്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ബേസിൽ ഇത് ഷെഡ്യൂൾ 4 ആണ്. ഇതിനെ ക്യാച്ച് ചെയ്യുന്നതോ കില്ല് ചെയ്യുന്നതൊക്കെ ഒഫൻസ് ആണ്. ആൻഡ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് മറൈൻ ലിവിങ് ഫോസിലാണിത്. ഇതിൻ്റെ ഒറിജിൻ, ഇതിൻ്റെ ഒരു ആവിർഭാവം ഉണ്ടായത് ഏകദേശം 445 മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ്. അതായത് നമ്മുടെ ഡൈനോസേഴ്സൊക്കെ ഉണ്ടായിരുന്നതിന് മുന്നേ തന്നെ ഹോഴ്സ് ഷൂ ക്രാബ് ഉണ്ടായിരുന്നു. ഫോർത്ത് ട്രൈമെറസെറസ് സാലസർ. ഇതൊരു സ്നേക്കാണ്. ഇറ്റ്സ് എ ഗ്രീൻ വൈപ്പർ. ഇതിനെ ഇപ്പോൾ റീസെൻ്റായിട്ട് കണ്ടെത്തിയത് അരുണാചൽ പ്രദേശിലാണ്. ദറ്റ്സ് പക്കൈ ടൈഗർ റിസർവിലാണ് ഇതിനെ കണ്ടെത്തിയിട്ടുള്ളത്. അതായിരുന്നു ന്യൂസ്. ഇതൊരു വെനമസ് സ്നേക്കാണ്. ഫിഫ്ത്ത് ടേം ഇസ് സെബ്ര ഫിഷ്. സെബ്ര ഫിഷ് എന്ന് പറയുന്നത് വളരെ ചെറിയ, ഏകദേശം ഒരു 2-3 സെൻറ്റിമീറ്റർ മാത്രം വലിപ്പം വയ്ക്കുന്ന ഒരു ഫ്രഷ് വാട്ടർ ഫിഷാണ്. ആൻഡ് ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ദ ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ റീജിയൻ. സൗത്ത് ഏഷ്യയുടെ ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിൻസ് ആണ് ഇതിൻ്റെ ഒരു നേറ്റീവ് എന്ന് പറയാം. ആൻഡ് വെർ ദേ ആർ മോസ്റ്റ്ലി ഫൗണ്ട് ഇൻ ദ പാഡി ഫീൽഡ് ആൻഡ് ഈവൻ ഇൻ ദ സ്റ്റാഗ്നന്റ് വാട്ടർ ആൻഡ് സ്ട്രീം. ഇവിടെയൊക്കെ ഇത് കണ്ടുവരുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഏകദേശം 2-3 മാസത്തിനുള്ളിൽ തന്നെ അഡൾട്ട് ആവുകയും 2-3 വർഷത്തോളം ഒരു ലാബോറട്ടറി കണ്ടീഷനിൽ ഇതിനെ എക്സിസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകതയാണ്. വേറൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു എംബ്രിയോണിക് സ്റ്റേജിൽ ഇത് ഫുള്ളി ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. ആൻഡ് അലോവിങ് ഒബ്സർവിങ് ഓൾ ഓർഗൻസ് ഇൻക്ലൂഡിങ് ദ ബീറ്റിംഗ് ഹാർട്ട് ആൻഡ് ബ്ലഡ് സർക്കുലേഷൻ. ഇത് വളരെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ സയൻറ്റിസ്റ്റുകളൊക്കെ അട്രാക്ട് ചെയ്ത മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഹാർട്ട്
ഹീലിംഗ് കപ്പാസിറ്റി ആണ്. അതായത് ഇതിൻ്റെ ഹാർട്ടിന് എന്തെങ്കിലും ഒരു ഇഞ്ചുറി പറ്റുകയാണെങ്കിൽ അതിനെ റീജനറേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഹീൽ ചെയ്യാൻ പറ്റും. ആൻഡ് ഇതൊരു അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ്. മേഘാലയാസ് ഗ്ലോവിങ് മഷ്റൂം, പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഒരു മഷ്റൂം സ്പീഷീസാണ്. അതിൻ്റെ പ്രത്യേകതയായ പേരിൽ നിന്ന് തന്നെ കിട്ടും, ഗ്ലോയിങ് ആണ്. ഇതൊരു മഷ്റൂം ഡോക്യുമെൻറ്റേഷൻ പ്രോജക്റ്റ് നടന്നിരുന്നു ഇൻ ദ ഫോറസ്റ്റ് ഓഫ് നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യ ആൻഡ് ഹാസ് ഡിസ്കവർഡ് എ ബയോലൂമിനസെൻറ്റ് ഓർ ലൈറ്റ് എമിറ്റിംഗ് വെറൈറ്റി ഓഫ് മഷ്റൂം. അങ്ങനെ കണ്ടെത്തിയതാണ് ഈ ഒരു ലൈറ്റ് എമിറ്റിംഗ് മഷ്റൂമിനെ. ലോകത്ത് ഇങ്ങനെയുള്ള ബയോലൂമിനസ് ഫംഗസിൻ്റെ 97 സ്പീഷീസ് ഉണ്ട്. അതിൽ ഒരെണ്ണമാണ് ഇപ്പോൾ കണ്ടെത്തിയത്. ഈ ബയോലൂമിനസെൻസ് എന്ന് പറയുന്നത് ഇസ് ദ പ്രോപ്പർട്ടി ഓഫ് എ ലിവിങ് ഓർഗാനിസം ടു പ്രൊഡ്യൂസ് ആൻഡ് എമിറ്റ് ലൈറ്റ്. ഓക്കെ, പൊതുവെ ബയോലൂമിനസെൻസ് ഓർഗാനിസം നമുക്ക് കണ്ടുവരുന്ന ഓഷ്യൻ റീജിയനിലാണ്, ഓഷ്യൻ എൻവയോൺമെൻറ്റിലാണ്. പക്ഷേ ഇപ്പോൾ അതിന് ടെറസ്ട്രിയൽ എൻവയോൺമെൻറ്റിലും കണ്ടെത്തിയിട്ടുണ്ട്. ഒരു ഫംഗസിൻ്റെ കേസിൽ ബയോലൂമിനസെൻസ് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് ഒരു എൻസൈമാണ്, ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ലൂസിഫറസ്. ദാറ്റ്സ് ഇറ്റ്. അനദർ ടേം ഇസ് റോഹാനിക്സെലസ്. റോഹാനിക്സെലസ് എന്ന് പറയുന്നത് ഒരു ന്യൂ ജീനസ് ഓഫ് ഫ്രോഗ് ആണ്. Indian researchers have discovered a genus of tree frog found in the Andaman Islands and northeastern. So നോക്കുക, ആൻഡമാൻ ഐലൻഡിലും നോർത്ത് ഈസ്റ്റേൺ റീജിയനിലും നിന്നാണ് ഈ ഒരു പുതിയ ജീനസ് ഓഫ് ട്രീ ഫ്രോഗിനെ കണ്ടെത്തിയിട്ടുള്ളത്. ഇതിന് ഈ ഒരു പേര് കിട്ടിയത് ശ്രീലങ്കൻ ടാക്സോണമിസ്റ്റ് റോഹൻ പെത്തിയാഗോഡയുടെ പേരിൽ നിന്നാണ്. And the frog of new genus Rohanicellus are characterized by a rather small and slender body. വളരെ ചെറിയ സൈസാണ്, ഏകദേശം 2 മുതൽ 3 സെൻറ്റിമീറ്റർ ലോങ് ആണ് ഇതിനാകപ്പാടുള്ളത്. അടുത്തൊരു 3 സ്പീഷീസാണ്, ദാറ്റ് ഇസ് ഇന്ത്യൻ ജെസബെൽ, കൃഷ്ണ പീകോക്ക്, ഓറഞ്ച് ഓക്ക് ലീഫ്. ഇത് 3ഉം ബട്ടർഫ്ലൈ സ്പീഷീസാണ്. ആൻഡ് ഒരു സിറ്റിസൺ പോള് നടത്തിയിരുന്നു ഈ ഇടയ്ക്ക് ടു ഐഡൻറ്റിഫൈ ദ നാഷണൽ ബട്ടർഫ്ലൈ ആൻഡ് കൺക്ലൂഡഡ് ദ 3 സ്പീഷീസ് ഗാർണറിങ് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് വോട്ട്സ്. നാഷണൽ ബട്ടർഫ്ലൈ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള സർവേയിൽ ഏറ്റവും കൂടുതൽ സിറ്റിസൺസ് വോട്ട് ചെയ്തത് ഈ 3 സ്പീഷീസിനാണ്. ആൻഡ് ഓരോന്നിനെ കുറിച്ച് നോക്കാം. ഇന്ത്യൻ ജെസ്ബെൽ, ഇറ്റ് ഈസ് ബ്ലസ്ഡ് വിത്ത് എ വൈബ്രൻറ്റ് കളർ പാറ്റേൺ ആണ്. ദ ഇന്ത്യൻ ജെസ്ബെൽ, ഇതിനെ കോമൺ ജെസ്ബെൽ എന്നും അറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഇത് സോൾജിയേഴ്സ് ഓഫ് ഫാമേഴ്സ് എന്നും അറിയപ്പെടുന്നുണ്ട്. കാര്യം ഇത് ഫ്രൂട്ട് ബിയറിംഗ് പ്ലാന്റ്സിനെ അറ്റാക്ക് ചെയ്യുന്ന പാരസൈറ്റ്സിനെ ഇത് ഭക്ഷണമാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഫാമേഴ്സിൻ്റെ സോൾജിയേഴ്സ് എന്നും ഇന്ത്യൻ ജെസ്ബെൽ അറിയപ്പെടുന്നുണ്ട്. കൃഷ്ണ പീകോക്ക്, ഇതും ഒരു ബട്ടർഫ്ലൈ സ്പീഷീസാണ്. ഇതൊരു ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസാണ് ഫോർ ദ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ, ജനറലി ഫൗണ്ട് ഇൻ ലാർജ് നമ്പേഴ്സ് ഇൻ ഹിമാലയ. ഇറ്റ് പൊസസിങ് എ പെക്യുലർ ലാർജ് സ്വാലോ ടെയിൽ. ഒരു ലാർജ് സ്വാലോ ടെയിൽ ഇത് പൊസസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു പെക്യുലിയർ നേച്ചറാണ്. ദെൻ അടുത്തതാണ് ഓറഞ്ച് ഓക്ക് ലീഫ്. ഓറഞ്ച് ഓക്ക് ലീഫിനെ കോമൺലി നോൺ, അതിനെ പൊതുവായിട്ട് അറിയപ്പെടുന്ന ഡെഡ് ലീഫ് എന്നാണ്, ഫോർ ഇറ്റ്സ് എബിലിറ്റി ടു കോമോഫ്ലേഗ് ആസ് എ ഡ്രൈ ഓട്ടം ലീഫ്. അതായത് ഇത് സ്റ്റേഷനറി ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഇതിൻ്റെ വിങ്സ് ക്ലോസ് ചെയ്ത് വെക്കും. ആ സമയത്ത് ഇതിനെ കണ്ടാൽ ഉണങ്ങി വേണ്ട ഇലയായിട്ടേ തോന്നുള്ളൂ. ദാറ്റ്സ് വൈ ഇറ്റ്സ് നോൺ ആസ് ഡെഡ് ലീഫ്. കലിംഗ ഫ്രോഗ്. Indian scientists have reported a first of its kind discovery of morphological phenotypic plasticity in Kalinga cricket frog. ഇതായിരുന്നു ന്യൂസ്. കലിംഗ ഫ്രോഗ് എന്ന് പറയുമ്പോൾ റീസെൻ്റ്ലി ഐഡൻറ്റിഫൈഡ് സ്പീഷീസ് ആണ്. 2018 ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്തത്. ഈ സ്പീഷീസ് വാസ് എൻകൗണ്ടർഡ് സെവറൽ ടൈംസ് ഡ്യൂറിങ് ദ ഫീൽഡ് എക്സ്പെഡിഷൻ ഇൻ ദ വെസ്റ്റേൺ ഗാർഡ്സ്. പക്ഷേ ഇതിൻ്റെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ സെയിം നോൺ സ്പീഷീസിൽ നിന്ന്, അതായത് ഈസ്റ്റേൺ ഗാർഡ്സിലെ നോൺ സ്പീഷീസിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ആൻഡ് ഇറ്റ് വാസ് ദ ഓൺലി ജനറ്റിക് അനാലിസിസ് ദാറ്റ് ഹെൽപ്പ് പ്രൂവ് ദാറ്റ് ഫിസിക്കലി ഡിഫറെൻറ്റ് ലുക്കിംഗ് ഫ്രോഗ് ഫ്രം ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ ഗാർഡ്സ് വെർ ദ സെയിം. കലിംഗ ഫ്രോഗിൻ്റെ ഈസ്റ്റേൺ ഗാർഡ്സിൽ കണ്ടുവരുന്ന കലിംഗ ഫ്രോഗ്സും വെസ്റ്റേൺ ഗാർഡിൽ കണ്ടുവരുന്ന കലിംഗ ഫ്രോഗും സെയിം ആണ്. പക്ഷേ അവരുടെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇതിൻ്റെ റീസൺ ആയിട്ട് അവർ പറയുന്നത് സെൻട്രൽ വെസ്റ്റേൺ ഗാർഡ്സിലുള്ള കലിംഗ ഫ്രോഗിൻ്റെ ഒരു പ്രത്യേകതയാണ്, ദാറ്റ് ഈസ് കൺസിഡറബിൾ ആയിട്ടുള്ള മോർഫോളജിക്കൽ ഫീനോടൈപ്പിക് പ്ലാസ്റ്റിസിറ്റി. എന്താണ് മോർഫോളജിക്കൽ ഫീനോടൈപ്പ് പ്ലാസ്റ്റിസിറ്റി നോക്കിയാൽ ഇറ്റ് ഈസ് എ എബിലിറ്റി ഓഫ് ആൻ ഓർഗാനിസം ടു ഷോ ഡ്രാസ്റ്റിക് മോർഫോളജിക്കൽ വേരിയേഷൻ ഇൻ റെസ്പോൺസ് ടു നാച്ചുറൽ എൻവയോൺമെൻറ്റ് വേരിയേഷൻ. മനസ്സിലായല്ലോ, നാച്ചുറൽ എൻവയോൺമെൻറ്റ് വേരിയേഷൻ്റെ ഒരു റെസ്പോൺസ് ആയിട്ട് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള മോർഫോളജിക്കൽ വേരിയേഷൻസ് പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഓർഗാനിസത്തിൻ്റെ എബിലിറ്റീനെയാണ് മോർഫോളജിക്കൽ ഫീനോടൈപ്പ് പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ദ ടൈം ഫീനോടൈപ്പ് എന്ന് പറയുന്നത് ഇസ് റെഫേഴ്സ് ടു ദ ഒബ്സർവബിൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൻ ഓർഗാനിസം വിച്ച് ഇൻക്ലൂഡ് ഓർഗാനിസംസിൻ്റെ അപ്പിയറൻസ്, ഡെവലപ്മെൻറ്റ് ആൻഡ് ബിഹേവിയർ.
സോ ഈ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഈ ഒരു എബിലിറ്റി കലിംഗ ഫ്രോഗിൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ഇസ് ഇന്ത്യൻ പീ ഫൗൾ. ഇന്ത്യൻ പീ ഫൗൾ എന്ന് പറയുന്നത് നേറ്റീവ് ഓഫ് ഇന്ത്യ ആണ്. ഇറ്റ്സ് എ നേറ്റീവ് ഓഫ് ഇന്ത്യ ആൻഡ് സം പാർട്ട് ഓഫ് പാകിസ്ഥാൻ ആൻഡ് ശ്രീലങ്ക. പാകിസ്ഥാനിലും ശ്രീലങ്കയിൽ ഇതിനെ കാണപ്പെടുന്നുണ്ട്. നമ്മുടെ അരക്കൻ ഹിൽസ് ഇതിൻ്റെ ഫർദർ ഈസ്റ്റേർഡ് മൂവ്മെൻറ്റിനെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഹിമാലയൻ റീജിയൻസും കാരക്കോറം റീജിയൻസും ഇതിൻ്റെ നോർത്ത് വേർഡ് മൂവ്മെൻറ്റിനെയും ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് അവർ നാഷണൽ ബേർഡ്. അതുകൊണ്ട് തന്നെ ഇതിന് വളരെ അറ്റ്മോസ്റ്റ് ആയിട്ടുള്ള ലീഗൽ പ്രൊട്ടക്ഷൻസ് കിട്ടുന്നുണ്ട്. പീ ഫൗളിലെ മെയിൽ സ്പീഷീസിനെ വിളിക്കുന്ന പേരാണ് പീകോക്ക്. ഫീമെയിൽ സ്പീഷീസിനെ വിളിക്കുന്ന പേരാണ് പീഹെൻ. അതുപോലെ 1 വയസ്സിൽ താഴെയുള്ള യങ് ബേർഡ്സിനെ വിളിക്കുന്ന പേരാണ് പീ ചിക്സ്. സോ ഇതിനെ എല്ലാവരെയും, അതായത് ഏജിനെയോ ജെൻഡറിനെയോ മാനിക്കാതെ എല്ലാത്തിനെയും കളക്റ്റീവ്ലി വിളിക്കുന്ന പേരാണ് പീ ഫൗൾ. ഇതിനൊരു പ്രൊട്ടക്ഷൻ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഷെഡ്യൂൾ 1 ഓഫ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 1972 ആൻഡ് സൈറ്റിൽ അപ്പൻഡിക്സ് 3 ആണ്. IUCN റെഡ് ലിസ്റ്റിൽ ലീസ്റ്റ് കൺസേൺ ആണ്. നെക്സ്റ്റ് ഇസ് ധോൾ. ധോൾ ഇസ് എ കാനിഡ് നേറ്റീവ് ഓഫ് സെൻട്രൽ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ. അതായത് ഏഷ്യയുടെ സെൻട്രൽ റീജിയനിൽ കാണും, സദേൺ റീജിയനിൽ, ഈസ്റ്റേൺ റീജിയൻ, അതുപോലെ സൗത്ത് ഈസ്റ്റേൺ ഏഷ്യയിലും ഇത് കാണപ്പെടുന്നുണ്ട്. ആൻഡ് ഇന്ത്യ പെർഹാപ്സ് supported the largest number of those with key population found in the 3 landscape: Western Ghats, Central India and Northeast India. It is a highly social animal living in a large clan without a rigid dominance, hierarchies and containing multiple breeding females. ഇത് IUCNൽ endangered ആണ്. And next is an interesting one. രാക്ഷസ കോക്രോച്ച്. പേര് പോലെ തന്നെ വളരെ ജൈജാൻറ്റിക് ആയിട്ടുള്ള ഒരു കോക്രോച്ച് ആണ് രാക്ഷസ കോക്രോച്ച്. ബന്ധൻ റീജിയനിൽ, ഇന്ത്യൻ ഓഷനിലെ ബന്ധൻ റീജിയനിൽ ഇവർ നടത്തിയ ഒരു കൂട്ടം റിസർച്ചേഴ്സ് നടത്തിയ എക്സ്പ്ലോറേഷൻ്റെ ഭാഗമായിട്ട് അവർ കണ്ടെത്തിയ ഒരു സൂപ്പർ ജെയിൻറ്റ് കോക്രോച്ച് ആണ് രാക്ഷസ കോക്രോച്ച്. ആൻഡ് ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ്, ഇതിനറിയപ്പെടുന്നത് ബാന്തിനോമസ് രാക്ഷസ എന്നാണ്. ഇതൊരു ജെയിൻറ്റ് ഐസോപോഡാണ്. ഫൈലം പറയുകയാണെങ്കിൽ ആന്ത്രോപോഡ്. ജീനസ് ഓഫ് ബാത്തിനോമസ്. ഇതിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് കോക്രോച്ചസ് ഓഫ് ദ സീ എന്നാണ്. ഇതിൻ്റെ എപ്പിത്തറ്റ് രാക്ഷസ, ഇതൊരു ഇന്തോനേഷ്യൻ വേർഡാണ്. രാക്ഷസ എന്നുകൊണ്ട് ഇന്തോനേഷ്യക്കാർ ഉദ്ദേശിക്കുന്നത് ഒരു ജെയിൻറ്റ്, വളരെ ഇനോമസ് ആയിട്ടുള്ള സൈസിനെയാണ് അവർ രാക്ഷസ എന്ന് ഉദ്ദേശിക്കുന്നത്. അതാണ് ഇതിനും കൊടുത്തിരിക്കുന്നത്. ദ ജെയിൻറ്റ് ഐസോപോഡ്സ് ആർ ഡിസ്റ്റൻ്റ്ലി റിലേറ്റഡ് ടു ക്രാബ്, ലോബ്സ്റ്റേഴ്സ് ആൻഡ് ഷ്രിംപ്. ക്രാബ്, നമ്മുടെ ഞണ്ട്, ലോബ്സ്റ്റർ, ഷ്രിംപ് ഇതൊക്കെ ആയിട്ട് ഇത് ക്ലോസ്ലി ഡിസ്റ്റൻ്റ്ലി റിലേറ്റഡ് ആണ്. ആൻഡ് ദേ ആർ ഫൗണ്ട് ഇൻ ദ കോൾഡ് ഡെപ്ത് ഓഫ് പസഫിക്, അറ്റ്ലാന്റിക് ആൻഡ് ഇന്ത്യൻ ഓഷ്യൻ. ഇതിന് 14 ലെഗ്സ് ഉണ്ട്. ഈ 14 ലെഗ്സും ഇത് യൂസ് ചെയ്യുന്നത് ഓഷ്യൻ്റെ ബഡിൽ ഇത് ഫുഡ് സെർച്ച് ചെയ്യുമ്പോൾ ഇഴഞ്ഞു പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 14 ലെഗ്സ് അത് ഉപയോഗിക്കുന്നത്. ഇതൊരു സ്കാവെഞ്ചറാണ്. മറൈൻ ആനിമൽസിൻ്റെ, ഡെഡ് ആയിട്ടുള്ള മറൈൻ ആനിമൽസിൻ്റെ റിമൈൻസ് ഇത് കഴിക്കും, സച്ച് ആസ് വെയിൽസ് ആൻഡ് ഫിഷ്. ആൻഡ് ഇറ്റ് ക്യാൻ ഓൾസോ ഗോ ഫോർ ലോങ് പീരീഡ് വിതൗട്ട് ഫുഡൊന്നും ഇല്ലാണ്ട് കുറേ കാലം ജീവിക്കാനും ഇത് പറ്റും, ഇതിന് സാധിക്കും. ഇത് നമ്മുടെ കോക്രോച്ചിൻ്റെ ഒരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവായിട്ട് പറയാം, ഇതിൻ്റെ ഒരു ഔട്ട് ഫീച്ചേഴ്സ്. ബാന്തിനോമസ് രാക്ഷസയുടെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ 6th സൂപ്പർ ജെയിൻറ്റ് സ്പീഷീസ് ഫ്രം ദ ഇൻഡോ പസഫിക് ആൻഡ് ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് നോൺ മെമ്പർ ഓഫ് ദ ജീനസ്. നെക്സ്റ്റ് പൈഡ് കുക്കു. ഒരു പുതിയ പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. എ ന്യൂ പ്രോജക്റ്റ് ബൈ എ നമ്പർ ഓഫ് ഏജൻസീസ് ഈസ് യൂസിങ് അഡ്വാൻസ്മെൻറ്റ് ഇൻ നാനോ ടെക്നോളജി ടു സ്റ്റഡി മൈഗ്രേറ്ററി പാറ്റേൺസ് ഓഫ് പൈഡ് കുക്കു. ഇതിൻ്റെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ ബേസിക്കലി 3 സബ് സ്പീഷീസ് ഓഫ് പൈഡ് കുക്കു ആണുള്ളത് ഈ ലോകത്ത്. ഇതിൽ ഒരെണ്ണം ആഫ്രിക്കയിൽ താമസിക്കുന്നു, ഒരെണ്ണം ഇന്ത്യയിൽ താമസിക്കുന്നു. ആൻഡ് ദ തേർഡ് വൺ ഒരു മൈഗ്രേറ്ററാണ് ആൻഡ് ഇറ്റ് ഈസ് മൂവിങ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ആഫ്രിക്ക. ഓക്കെ, ഈ പൈഡ് കുക്കു എന്ന് പറയുന്ന നോർത്ത് ഇന്ത്യൻ ഫോക്ലോറിൽ ഫേമസ് ആയിട്ടുള്ളത് ചത്തക്ക് എന്ന പേരിലാണ്. ആൻഡ് ഇത് മഴ വരുമ്പോൾ മാത്രമേ വെള്ളം കുടിക്കുള്ളൂ. നമ്മുടെ വേഴാമ്പലിനെ പോലെ മഴ വരുമ്പോൾ മാത്രമേ ഇത് വെള്ളം കുടിക്കൂ. റെയിൻ ഡ്രോപ്സ് ആണ് ഇവർ അവരുടെ ദാഹം മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏക മാർഗം. ആൻഡ് വേറൊരു പ്രത്യേകത പറയുകയാണെങ്കിൽ ഇത് എല്ലാ വർഷവും സദേൺ ആഫ്രിക്കയിൽ നിന്ന് ഹിമാലയൻ ഫുഡ് ഹിൽസ്, ജമ്മു കാശ്മീർ മുതൽ അസം വരെ നീണ്ടു കിടക്കുന്ന സ്ട്രെച്ച് ചെയ്തിരിക്കുന്ന ഹിമാലയൻ ഫുഡ് ഹിൽസിലേക്ക് ഇത് എല്ലാ വർഷവും പറന്നെത്താറുണ്ട് ഫോർ ദെയർ ബ്രീഡിങ്. ആൻഡ് കുയിലിൻ്റെ വംശമാണ്. അതുപോലെ തന്നെ കുടുംബക്കാരുടെ പാരമ്പര്യമൊന്നും കളഞ്ഞിട്ടില്ല. ഇതും കൂട് കൂട്ടാറില്ല, പകരം വേറെ ഏതെങ്കിലും ബേർഡ്സിൻ്റെ കൂടിലായിരിക്കും ഇത് കൊണ്ടുപോയി മുട്ടയിടുന്നത്. ഈ ഒരു സ്റ്റഡിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദ പ്രോജക്റ്റ് ഈസ് എ ജോയിൻറ്റ് എഫേർട്ട് ബൈ ദ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ് ആൻഡ് വിച്ച് കം അണ്ടർ ദ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO.
ഈ ഒരു സ്റ്റഡി പൈഡ് കുക്കു മൈഗ്രേഷൻ സ്റ്റഡി എന്നാണ് ഈ ഒരു പ്രോജക്റ്റിൻ്റെ പേര്. ഇതൊരു ലാർജർ പ്രോജക്റ്റിൻ്റെ പാർട്ടാണ്. ആ ലാർജർ പ്രോജക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ബയോ റിസോഴ്സ് ഇൻഫർമേഷൻ പോർട്ടൽ IBIN ആൻഡ് ഇസ് ഫണ്ടഡ് ബൈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോടെക്നോളജി അണ്ടർ ദ യൂണിയൻ മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ബയോ റിസോഴ്സസിൻ്റെ റെലവൻറ്റ് ഒരു പോർട്ടൽ വഴി ഡെലിവർ ചെയ്യുക. ഇതിന് വേണ്ടിയിട്ടാണ്. ഈ ബയോ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ അത് പ്ലാന്റ്സ് ആകാം, ആനിമൽസ് ആകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബയോളജിക്കൽ ഓർഗാനിസംസ് ആകാം. എന്തായാലും ഒരു വെബ് പോർട്ടൽ വഴി ഈ ഇന്ത്യയുടെ ബയോളജിക്കൽ റിസോഴ്സസിൻ്റെ റിലവൻസ് പുറം ലോകത്തിലേക്ക് എത്തിക്കും. പൈഡ് കുക്കുവിനെ ഇവർ സ്റ്റഡിക്ക് വേണ്ടി സെലക്ട് ചെയ്യുന്നതിന് കുറച്ച് റീസൺസ് ഉണ്ട്. ഇറ്റ് ഈസ് ക്ലോസ്ലി ലിങ്ക്ഡ് വിത്ത് ദ അറൈവൽ ഓഫ് സൗത്ത് വെസ്റ്റ് മൺസൂൺ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ സൗത്ത് വെസ്റ്റ് മൺസൂൺ എത്തുന്നതിനനുസരിച്ച് അതിൻ്റെ ഒരു അറൈവലുമായിട്ട് ഇതിന് ക്ലോസ്ലി റിലേഷൻ ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് സ്പീഷീസ് ഇസ് സെസ്ട്രം നൊക്ടേണം. ഇതൊരു ഇൻവേസീവ് സ്പീഷീസ് ആണ്. ഇതൊരു പ്ലാന്റ് ആണ്. റീസെൻ്റ്ലി ന്യൂസ് വന്ന ഇതായിട്ടാണ് നീലഗിരി ഫോറസ്റ്റ് ഒഫീഷ്യൽസ് ഈ സെസ്ട്രം നൊക്ടേണം വന്ന് കീഴടക്കിയ പ്രദേശങ്ങൾ, ഷോല ഹാബിറ്റാറ്റ്സ് എല്ലാം ഇവർ തിരിച്ചു കൊണ്ടുവരാനുള്ളൊരു ശ്രമത്തിലാണ്. അതായിരുന്നു ന്യൂസ്. സെസ്ട്രം നൊക്ടേണം is commonly known by the name night blooming jasmine and രാത്രാണി. ആൻഡ് നെക്സ്റ്റ് സ്പീഷീസ് ഗോൾഡൻ ബേർഡ് വിങ്. ഇതും ഒരു ബട്ടർഫ്ലൈ സ്പീഷീസ് ആണ്. ഹിമാലയൻ ബട്ടർഫ്ലൈ ആണ്. നെയ്മഡ് ഗോൾഡൻ ബേർഡ് വിങ് ഈസ് നൗ ഇന്ത്യസ് ലാർജസ്റ്റ് റെക്കോർഡഡ് ബട്ടർഫ്ലൈ. ഇതിൽ വന്ന മറ്റ് ബട്ടർഫ്ലൈസ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ മലബാർ ബാൻഡഡ് പീകോക്ക് ഓർ ബുദ്ധമയൂരി വിച്ച് വാസ് റീസെൻ്റ്ലി ഡിക്ലെയർഡ് ദ സ്റ്റേറ്റ് ബട്ടർഫ്ലൈ ഓഫ് കേരള. Tamil Nadu has also recently declared Tamil Ayoman as its state butterfly to symbolize its rich natural and cultural heritage in a move aimed at boosting the conservation effort of the attractive insects. മറ്റ് സ്റ്റേറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ മഹാരാഷ്ട്ര ബ്ലൂ മോർമൺ, ഉത്തരാഖണ്ഡ് കോമൺ പീക്കോക്ക്, കർണാടക സദേൺ ബേർഡ് വിങ്സ്. ആൻഡ് ദാറ്റ്സ് അബൌട്ട് ഫോർ ടുഡേ. ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളും കമൻസുകളും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.